ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വളരെയേറെ അനുഗ്രഹത്തോടും സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടിയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഇന്ന് നമ്മുടെ 8ാമത്തെ ക്ലാസ് ആണ്. ദൈവത്തിന്റെ വലിയ കൃപയാലും അനുഗ്രഹത്താലും നമുക്ക് ഈ ക്ലാസ് ഈ വർഷത്തെ അഖിലമലങ്കര മർത്തമറിയം സമാജത്തിന്റെ കേന്ദ്ര പരീക്ഷയുടെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള ഈ ക്ലാസ്സസ് ഒക്കെ ഒരു മുടക്കം വരാതെ നടത്തുവാൻ തക്കോണം ദൈവം നമ്പുരാൻ നമുക്ക് കൃപയായി. അതിന് ദൈവത്തെ ആദ്യമേ തന്നെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ അവസാനത്തെ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുകയാണ് ഇന്ന്. ഇന്നത്തെ ക്ലാസ് 8ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 7ാമത്തെ അധ്യായം, ചാപ്റ്റർ 7 ഇൻ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 45 മലയാളം ബുക്കിൽ, പേജ് നമ്പർ 48 ഇംഗ്ലീഷ് ബുക്കിൽ. എല്ലാവരും വേദപുസ്തകവും ടെക്സ്റ്റ് ബുക്കും പെന്നും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ആദ്യമേ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാരണം ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ സമയം തികയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഹറി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം 1-2 കാര്യം പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് ആദ്യമായിട്ട് ഈ ഓൺലൈൻ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു 2-3 പേരോട് എനിക്ക് നന്ദി പറയാനുണ്ട്. ആദ്യമായിട്ട് സർവശക്തനായ ദൈവം നമ്പുരാന് നന്ദി അർപ്പിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതാണല്ലേ, നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന കടമകളും നിയോഗങ്ങളുമാണത്. അതെനിക്കത് മനസ്സിലാക്കുവാനും തമ്പുരാൻ എങ്ങനെയൊക്കെ നമുക്കൊരു ക്ലാസ്സൊക്കെ ദൈവവചനം പഠിക്കുവാനായിട്ട് നമ്മൾ ഇത്രയും പേര് കൂടിയിരുന്ന് പഠിക്കുവാനും അതിലുപരിയായി വീഡിയോ റെക്കോർഡിങ്ങിലൂടെ ഒത്തിരി പേര് കാണുന്നുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള ഒരു കൃപ തമ്പുരാൻ തന്നതിനായിട്ട് തമ്പുരാനെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടുത്തതായിട്ട് എനിക്ക് പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത് എൻ്റെ മർത്തമറിയം സമാജം യൂണിറ്റ് ആണ്. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ മർത്തമറിയം സമാജ യൂണിറ്റ്. അവരാണ് ശരിക്കും എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് അവരാണ്. തുടർച്ചയായിട്ട് ഈ 3ാമത്തെ വർഷം ഇവിടെ വന്നതിന് ശേഷം 3ാമത്തെ വർഷം കൂടി ഈ ക്ലാസ് എടുക്കുവാനായിട്ട് വലിയ കൃപയുണ്ടായി. അപ്പം അതിന്റെ മർത്തമറിയം സമാജത്തിന്റെ എല്ലാ ഭാരവാഹികളെയും എല്ലാവിധമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അവര് ചെയ്യുന്നത് ഒരു വലിയ ദൗത്യമാണ്. കാരണം ആ സ്വന്തം യൂണിറ്റിലേക്ക് മാത്രമല്ല ഇത് ഒതുങ്ങിയിരിക്കുന്നത്. ഇത് മറ്റ് പല യൂണിറ്റിലേക്കും പലർക്കും ഇത് സഹായമായി തീർന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത എൻ്റെ മർത്തമറിയം സമാജ യൂണിറ്റിനെ അഭിമാനത്തോടുകൂടി ഓർക്കുന്നു. ദൈവം നമ്പുരാൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി വളരെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഈ സൂം മീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്നത്, ഇതിന്റെ പിന്നില് ഒരു കൊച്ചു കരങ്ങളാണ് ഇരിക്കുന്നത്. ആളെ ഇവിടെ ആരും കണ്ടിട്ടുണ്ടാവില്ല, കാണുന്നില്ല. പക്ഷേ ഈ സൂം മീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ 2 കൊച്ചു കരങ്ങളാണ്. ഏഞ്ചലിൻ, ഷൈബി ചേച്ചിയുടെ മോള് ഏഞ്ചലിനാണ് ഈ വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്നതും ഈ സൂമിന്റെ കൺട്രോളിങ് നിങ്ങളെല്ലാവരും അഡ്മിറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പം ദൈവം തമ്പുരാന്റെ തീർച്ചയായിട്ടും ദൈവവചനം പഠിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് സഹായമാകുന്ന വിധത്തിൽ ഏത് വിധേന നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നുണ്ടോ അതൊക്കെ ദൈവം തമ്പുരാന്റെ മുന്നിൽ എണ്ണപ്പെട്ടതായിരിക്കും. തീർച്ചയായിട്ടും കുഞ്ഞിനെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോളോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും, വളരെ ചെറിയ കൂട്ടമാണ് ഈ ഓൺലൈനിൽ വരുന്നത്, എങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെയും മുഖം കാണുമ്പോൾ എനിക്കും ഒരു വലിയ പ്രചോദനമാണ്. ദൈവവചനം നമുക്ക് സംസാരിക്കുവാനും പഠിക്കുവാനും ഒക്കെ. അപ്പം ഇത്രയും തിരക്കുള്ള ജീവിതത്തിനിടയിൽ നിങ്ങളെയും ദൈവം തമ്പുരാൻ നിങ്ങൾ ഓരോരുത്തരെയും കൂട്ടി വരുത്തിയിരിക്കുന്നു. അതിനും നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും സ്തുതിച്ചുകൊണ്ടും ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ചാപ്റ്റർ 7, വിശ്വാസികളുടെ കർത്തവ്യങ്ങൾ. വളരെ ചെറിയ ഒരു അധ്യായമാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു അധ്യായമാണ്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഹീബ്രൂസ് ചാപ്റ്റർ 13. അതാണ് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ളത്. ദ ഡ്യൂട്ടീസ് ഓഫ് ബിലീവേഴ്സ്. നമുക്കുള്ള ഒരു ആഹ്വാനങ്ങളാണ് പ്രധാനമായിട്ട്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ ചില കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യമേ പറഞ്ഞതുപോലെ ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. എബ്രായ ലേഖനത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആണ്. 13 അധ്യായങ്ങൾ മാത്രമേ ഈ ലേഖനത്തിനുള്ളൂ. ഈ 13ാം അധ്യായത്തിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ ലേഖന പര്യവസാനത്തിലെ ആഹ്വാനം എന്ത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ദ കൺക്ലൂഡിങ് എക്സോർട്ടേഷൻ ഇൻ ബുക്ക് ഓഫ് ഹീബ്രൂസ് 13 ലാസ്റ്റ് ചാപ്റ്ററിലെ അവസാന ചാപ്റ്ററിലെ ഉള്ളടക്കം എന്താണ്, ലേഖന പര്യവസാനം എങ്ങനെ എന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നത് ഉത്തമ ക്രൈസ്തവ ജീവിതത്തിന് ഉതകുന്ന പ്രബോധനങ്ങൾ, മാറ്റേഴ്സ് ദാറ്റ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ
നമ്മൾ ഇത്രയൊക്കെ പഠിച്ചു. ക്രിസ്തു എന്ന മഹാപുരോഹിതനെ പറ്റി പഠിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി ബലിയായി തീർന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ക്രിസ്തുവിനെ അറിയുന്ന നമ്മളുടെ ക്രൈസ്തവ ജീവിതം എങ്ങനെയായിരിക്കണം, അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് എങ്ങനെ നമ്മൾ തീരണം എന്നുള്ള കുറച്ച് ഡ്യൂട്ടീസ് ആണ് ഇവിടെ പറയുന്നത്. അതിനകത്തുള്ള കുറച്ച് പ്രബോധനങ്ങൾ അതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പം ഇവിടെ പ്രധാനമായിട്ട് 6 പോയിന്റ് ആണ് പ്രബോധനങ്ങളായിട്ടുള്ളത്. ഓർക്കണം, ഇതിനകത്തേക്ക് വരുമ്പം മെയിൻ ആയിട്ട് 2 പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഉത്തമ ക്രൈസ്തവ ജീവിതത്തിന് ഉതകുന്ന പ്രബോധനങ്ങൾ എബ്രായ ലേഖകൻ ആഹ്വാനം ചെയ്യുന്നത് ഏതൊക്കെ. അങ്ങനെ ചോദിച്ചാൽ ഒരുപക്ഷെ ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. കാരണം അത്രയുമുള്ള കണ്ടന്റുകളുണ്ട്, അത്രയും പോയിന്റ്സ് ഉള്ളത് കൊണ്ട് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. ക്രൈസ്തവ ജീവിതത്തിന് ഉതകുന്ന പ്രബോധനങ്ങൾ, എബ്രായ ലേഖനകർത്താവ് നമുക്ക് നൽകുന്ന പ്രബോധനങ്ങൾ എന്തൊക്കെ. 6 പോയിന്റ് ആണ് പ്രധാനമായിട്ട് അവിടെ ഉള്ളത്. ഒന്നാമതായിട്ട് സഹോദര സ്നേഹം, ബ്രദർലി ലവ്. രണ്ടാമത് അതിഥി സൽക്കാരം, ഹോസ്പിറ്റാലിറ്റി. മൂന്നാമത്തെ പോയിന്റ് തടവുകാരോടും പീഡിതരോടുമുള്ള സഹാനുഭൂതി, എംപതി വിത്ത് പ്രിസണേഴ്സ് ആൻഡ് ഒപ്രസ്ഡ്. നാലാമത്തേത് നമുക്കൊക്കെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് വിവാഹ ജീവിതത്തിലെ വിശുദ്ധി വിശ്വസ്തതയും, സാങ്ക്ടിറ്റി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ മാരേജ്. അഞ്ചാമത്തെ പോയിന്റ് ധനാസക്തി ഇല്ലായ്മ, ലാക്ക് ഓഫ് ഗ്രീഡ്. ആറാമത്തെ കാര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും വളരെ അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ്, എന്നാൽ അത് ലഭിക്കുവാൻ വളരെ പ്രയാസമായതുമായൊരു കാര്യമാണ്. എന്താണത്? ജീവിത സംതൃപ്തി, കണ്ടെന്റ്മെന്റ് ഇൻ ലൈഫ്. അപ്പൊ ഇത്രയും 6 പോയിന്റുകളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? നാം സഹോദരങ്ങളെ സ്നേഹിക്കുന്നവർ ആകണം. ബ്രദർലി ലവ്, അതിനെക്കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത്. വി മസ്റ്റ് ലവ് അവർ ബ്രദേഴ്സ്. അപ്പം ഇവിടെ പറയുന്നു നാം ഒക്കെയും രക്ഷിക്കപ്പെട്ടവരാണ്, അല്ലെ? ക്രിസ്തുവിനെ അറിഞ്ഞു, ക്രിസ്തുവിന്റെ വചനം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തവരായ നാം രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ടവരായ നാം ആരാണ്? നാം ദൈവമക്കളാണ്. രക്ഷിക്കപ്പെട്ടവരായ ദൈവമക്കളായ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തെ സ്നേഹിക്കുന്നതോടൊപ്പം അന്യോന്യം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണം. ഇനി അവിടെ പ്രത്യേകമായിട്ട് വേറൊരു കാര്യം കൂടി പറയുന്നു. ഇനി അന്യോന്യം സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ ഒരു കാര്യം ചെയ്യണം, മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, അല്ലെ? നമുക്ക് പറ്റാത്തൊരു കാര്യമായി നമ്മൾ മറ്റുള്ളവരെ ഒട്ട് സഹായിക്കത്തുമില്ല, സ്നേഹിക്കത്തുമില്ല, എന്നാൽ മാക്സിമം ഉപദ്രവം കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ലേഖകൻ പറയുന്നു പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും വേണം, അതുപോലെ അന്യോന്യം ഉപദ്രവിക്കുന്നവർ ആകുകയും ചെയ്യരുത് എന്നാണ് ലേഖകൻ പറയുന്നത്. അതുപോലെ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം എങ്ങനെയായിരിക്കണം നാം പ്രതിഫലിപ്പിക്കേണ്ടത്? അതാണ് വളരെ ഇമ്പോർട്ടന്റ്, അല്ലെ? ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും? ലൈഫിൽ നമ്മൾ എങ്ങനെ നമുക്കത് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ അതെങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം പ്രതിഫലിക്കുന്നത് മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹത്തിലൂടെയാണ്, സഹോദര സ്നേഹത്തിലൂടെ. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം പ്രതിഫലിക്കുന്നത് സഹോദര സ്നേഹത്തിലൂടെ ആയിരിക്കും. ഇനി ഇവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ ചോദിക്കാൻ പറ്റും, യഥാർത്ഥ ക്രൈസ്തവ ശിഷ്യത്വത്തിന്റെ ലക്ഷണം. യഥാർത്ഥ ക്രൈസ്തവ ശിഷ്യത്വത്തിന്റെ ലക്ഷണം, ദ ട്രൂ സൈൻ ഓഫ് ഡിസിപ്ലിൻഷിപ്പ് ടു ക്രൈസ്റ്റ്, അതെന്താണ്? ലവ് ആൻഡ് കെയർ ടു ഈച്ച് അതർ. എന്താണത്? രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അന്യോന്യം സ്നേഹിക്കുകയും കരുതുകയും വേണം, അന്യോന്യം ഉപദ്രവിക്കുന്നവർ ആകരുത്. ഇതാണ് ഒരു ക്രൈസ്തവ ശിഷ്യത്വത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്നത്. അപ്പൊ എന്താ? ഇത്രേ ഉള്ളൂ, ലവ് ആൻഡ് കെയർ ഈച്ച് അതർ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ക്രിസ്തുവിന്റെ ശിഷ്യനാണെങ്കിൽ നാം കാണിക്കേണ്ട സൈൻ, ലവ് ആൻഡ് കെയർ ഈച്ച് അതർ. അപ്പം അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതുപോലെ ഇവിടെ അതിനകത്തൊരു റെഫറൻസ് പറയുന്നുണ്ട്, ഈ ക്രൈസ്തവ ശിഷ്യത്വത്തിന്റെ ലക്ഷണം എന്ന് പറഞ്ഞ് നമ്മൾക്ക് അവിടെ ഒരു റെഫറൻസ് പറയുന്നത് സെയിന്റ് ജോൺ ചാപ്റ്റർ 13 വേഴ്സ് 35. സെയിന്റ് ജോൺ ചാപ്റ്റർ 13 വേഴ്സ് 35. അവിടെയാണ് ഈ കാര്യം പറയുന്നത്. യഥാർത്ഥ ക്രൈസ്തവ ശിഷ്യത്വത്തിന്റെ ലക്ഷണമായിട്ട് പറയണത് പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും വേണം. The redeemed children of God must love and care each other, നോട്ട് ടു ട്രബിൾ വൺ അനദർ. അപ്പോ നമ്മൾ സ്നേഹിക്കുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം പോരാ,
മറ്റുള്ളവർക്ക് നമ്മളായിട്ടൊരു ട്രബിൾ കൊടുക്കാനും ഇടയാവരുത്. അപ്പൊ ഓർത്തോണം, സ്നേഹിച്ചില്ലെങ്കിലും വേണ്ട, സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിലും നമ്മളായിട്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം കൊടുക്കുവാനായിട്ട് ഒരിക്കലും ഇടയാകരുത്. ഇനി അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നത്, അന്യോന്യം ക്ഷമിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നത് എന്ത്? അപ്പം അവിടെ പറയുന്നു, ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം. ആ വിശ്വാസമാണ് നമ്മെ അന്യോന്യം ക്ഷമിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നത്. അപ്പം ഈ ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തുവിനോടുള്ള സ്നേഹവും നമ്മുടെ ഉള്ളിലുള്ളപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവർ നമ്മോട് എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാലും അതൊക്കെ ഒന്ന് ക്ഷമിക്കുവാനായിട്ടും, അതുപോലെ തന്നെ മറ്റുള്ളവരെ പരസ്പരം ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ദൈവവിശ്വാസമാണ് ഉണ്ടായിരിക്കേണ്ടത്. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് സാധ്യമാവുകയുള്ളൂ. Okay, what makes us forgive each other and encourage one another is our faith in Christ makes us to forgive each other and encourage each other. അടുത്ത ലാസ്റ്റത്തെ ലൈനും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം നാം പ്രതിഫലിപ്പിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞതാ, എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കർത്താവിനോടുള്ള സ്നേഹം നാം പ്രതിഫലിപ്പിക്കുന്നത് എങ്ങനെ? അപ്പം ദ റിഫ്ലക്ഷൻ ഓഫ് അവർ ലവ് ഫോർ ക്രൈസ്റ്റ്, അതെങ്ങനെയാണ്? അവർ ലവ് ഫോർ വൺ അനദർ, അല്ലെ, മറ്റുള്ളവരോടുള്ള സഹോദര സ്നേഹം. സഹോദര സ്നേഹത്തിലൂടെയാണ് കർത്താവിന്റെ സ്നേഹം നാം റിഫ്ലക്ട് ചെയ്യുന്നത്, നമ്മളത് മറ്റുള്ളവരെ പ്രതിഫലിപ്പിക്കുന്നത്. നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് നമ്മളെ കണ്ടാൽ ഒരാൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും കാണുമ്പോഴാണ് അറിയല്ലേ. അങ്ങനെ നമുക്കിപ്പോ അറിയാം, ചിലരെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാം അവരിൽ ശരിക്കും ദൈവസ്നേഹമുണ്ട്, കർത്താവ് വസിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് എങ്ങനെയാ? അവര് മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതി, സഹോദര സ്നേഹത്തിലൂടെയാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത്. റിഫ്ലക്ഷൻ ഓഫ് ലവ് ഫോർ ക്രൈസ്റ്റ് റിഫ്ലക്റ്റഡ് ബൈ അവർ ലവ് ഫോർ വൺ അനദർ. ഇനി രണ്ടാമത്തെ പോയിന്റ്, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നാം സഹോദരങ്ങളെ സ്നേഹിക്കുന്നവർ ആകണം. എബ്രായ ലേഖകൻ ക്രൈസ്തവ ജീവിതത്തിന് നൽകുന്ന ഒന്നാമത്തെ പ്രബോധനമാണ് നാം സഹോദരങ്ങളെ സ്നേഹിക്കുന്നവർ ആകണം. രണ്ടാമതായിട്ട് നാം അതിഥി സൽക്കാരത്തിന് ഉത്സാഹമുള്ളവർ ആകണം. വി മസ്റ്റ് ബി കീൻ ടു എക്സ്റ്റെൻഡ് ഹോസ്പിറ്റാലിറ്റി. അല്ലെ, അതിഥി സൽക്കാരം നമുക്ക് പലപ്പോഴും അമ്മമാർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ നോക്കിയാൽ നമുക്കൊരു അമ്മമാർക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതിഥി സൽക്കാരം. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. എബ്രായ ലേഖകൻ പറയുന്നു, ഈ അതിഥി സൽക്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കളോ നമ്മുടെ സഹോദരങ്ങളെ അല്ല നമ്മൾ അതിഥി സൽക്കാരത്തിന് നമ്മൾ നിൽക്കേണ്ടത്. കാരണം ഇവിടെ പറയുന്നത് ആരാണ്? അപരിചിതരുടെ അതിഥി സൽക്കാരം, നമുക്ക് പരിചയമില്ലാത്തവരുടെ അതിഥി സൽക്കാരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹോസ്പിറ്റാലിറ്റി ടു സ്ട്രേഞ്ചേഴ്സ്. ഓക്കെ, അപ്പം അവിടെ രണ്ട് പദങ്ങളാണ് ഈ ഹോസ്പിറ്റാലിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് പദങ്ങൾ. ഫീലക്സീനിയ എന്ന പദത്തിന്റെ അർത്ഥം അതിഥി സൽക്കാരം അല്ലെങ്കിൽ അപരിചിതരെ സ്വീകരിക്കുക. അപ്പോൾ എബ്രായ ലേഖകൻ നമ്മെ പരിചയപ്പെടുത്തുന്ന അതിഥി സൽക്കാരം എന്ന് പറയുന്നത് നമ്മുടെ ചാർച്ചക്കാരോ നമ്മുടെ സുഹൃത്തുക്കളോ അല്ല, മറിച്ച് അപരിചിതരായിട്ട് വരുന്നവരെ എത്രമാത്രം നാം മാന്യതയോടെ സ്വീകരിക്കുന്നു, അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ എബ്രായ ലേഖനകർത്താവ് നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഈ അപരിചിതരെ സൽക്കരിച്ചത് കൊണ്ട് അനുഗ്രഹം പ്രാപിച്ച ഒരാളെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ജെനസിസ് ചാപ്റ്റർ 18, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിഥികളായി എത്തിയ ദൈവപുരുഷന്മാരെ സ്വീകരിച്ചതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടത് ആരാണ്? അബ്രഹാം. അപ്പം അതിഥി സൽക്കാരം മൂലം അനുഗ്രഹിക്കപ്പെട്ടത് അല്ലെങ്കിൽ ബ്ലെസ്സഡ് വിത്ത് ഹോസ്പിറ്റാലിറ്റി, അതാരാണ്? അബ്രഹാമിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജെനസിസ് ചാപ്റ്റർ 18-ലാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ആർക്കാണ് അതിഥി സൽക്കാരം സാധ്യമാകുന്നത്? അപ്പൊ എല്ലാവർക്കും ഒന്നും സാധ്യമായ ഒരു കാര്യമല്ല ഈ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത്. അപ്പം അത് ആർക്കാണ് ഈ അതിഥി സൽക്കാരം സാധ്യമാകുന്നത് എന്നാണ് ലേഖകൻ പറയുന്നത്. സഹോദര സ്നേഹമുള്ളവർക്ക് മാത്രമേ ഈ അതിഥി സൽക്കാരം സാധ്യമാവുകയുള്ളൂ. നമ്മൾ ആദ്യമേ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത് അതാണ്, സഹോദര സ്നേഹം. അതാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് കണ്ടിന്യൂറ്റി ആയിട്ട് പറയാണ്, അങ്ങനെ സഹോദര സ്നേഹമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിഥി സൽക്കാരത്തിനുള്ള മനസ്സും ഉണ്ടായിരിക്കും. ഹോസ്പിറ്റാലിറ്റി ഈസ് പോസിബിൾ ഫോർ ഹൂം? ദോസ്
who have brotherly love, they'll be having hospitality. ഓക്കെ, അപ്പൊ അതിഥി സൽക്കാരം ഉള്ളത് സഹോദര സ്നേഹമുള്ളവർക്ക്. ഇനി ഈ അതിഥി സൽക്കാരത്തെ കുറിച്ചുള്ള ഒരു ദൈവവചനമുണ്ട്, ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഒരു വചനം. അങ്ങനെ ഒരു റെഫറൻസ് ചോദിച്ചാൽ, അതിഥി സൽക്കാരത്തെ കുറിച്ചിട്ടുള്ള റെഫറൻസ് അല്ലെങ്കിൽ ദൈവവചനം എന്ന് ചോദിച്ചാൽ, ദ വേഴ്സ് ഫോർ ഹോസ്പിറ്റാലിറ്റി അങ്ങനെ ചോദിച്ചാല് സെയിന്റ് മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 1, നമുക്കൊക്കെ വളരെയധികം നമ്മൾ കേട്ടിട്ടുള്ള ഒരു വചനമാണിത് അല്ലെ. സെയിന്റ് മാത്യു, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1-ാം വാക്യമാണ് അത്. അവിടെ എന്താ പറയണത്? ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നതെല്ലാം നിങ്ങൾ എനിക്ക് ചെയ്യുന്നതാകുന്നു അല്ലെ. ഏറ്റവും ചെറിയവരെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ആരാ? നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ളവരെ സ്വീകരിക്കുന്ന കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്നതാകുന്നു എന്ന വചനം സൂചിപ്പിക്കുന്നത് ഈ അതിഥി സൽക്കാരത്തെ ആകുന്നു. അപ്പൊ ആ റെഫറൻസും കൂടെ ഒന്ന് പഠിച്ചോളുക. സെയിന്റ് മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 1. ഇനി മാലാഖമാരെ സൽക്കരിച്ചവർ 2 പേരായിട്ടാണ് ഇവിടെ പറയുന്നത്, അബ്രഹാമും ലോത്തും. അവരെ 2 പേരെയും പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 18-19 അധ്യായങ്ങളിൽ നമ്മൾ 2 പേരെയും കാണുന്നുണ്ട്. അബ്രഹാമിനെയും ലോത്തിനെയും കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാം, മാലാഖമാരെ സൽക്കരിച്ച് അനുഗ്രഹം പ്രാപിച്ചവർ ആരെല്ലാം? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓർത്തോളണം, അബ്രഹാമിനെയും ലോത്തിനെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ 2ാമത്തെ പോയിന്റ് ആണ് അതിഥി സൽക്കാരം. 1-ാമത്തെ പോയിന്റ് സ്നേഹിക്കുക, മറ്റുള്ളവരെ സഹോദര സ്നേഹം ഉണ്ടായിരിക്കുക. 2ാമത്തെ പോയിന്റ് അതിഥി സൽക്കാരം. ഇനി 3ാമത്തെ പോയിന്റ്, നാം തടവുകാരായ സഹോദരന്മാരോട് സഹതാപം കാണിക്കണം. ഇത് 13-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യമാണ്. നമ്മളിപ്പോ 13-ാമത്തെ അധ്യായമാണ് ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. എബ്രായ ലേഖനത്തിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. അതില് 3-ാമത്തെ വാക്യം, 13-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ് തടവുകാരെ കുറിച്ച് പറയുന്നത്. നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവീൻ. അപ്പം ഈ തടവുകാരായി കഷ്ടം അനുഭവിക്കുന്നവരോട് നാം സഹതാപം കാണിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക എന്നാണ് പറയുന്നത്. വി മസ്റ്റ് ഷോ സിമ്പതി ടു അവർ ബ്രദേഴ്സ് ഹു ആർ ഇംപ്രിസൺഡ്. അതാണ് അവിടെ പറയുന്നത്. ഇനി ഇവിടെ ഒരു റെഫറൻസ് കൂടി പറയുന്നുണ്ട്. 2 തീമോത്തി ചാപ്റ്റർ 1 വേഴ്സസ് 16-18. 1 തീമോത്തിയോസ് 1-ാം അധ്യായം 16 മുതൽ 2 തീമോത്തി 1 തീമോത്തി അല്ല 2 തീമോത്തി 1-ാം അധ്യായം 16 മുതൽ 18 വരെ അവിടെ പറയുന്നുണ്ട്, പൗലോസ്ലീഹായെ ശുശ്രൂഷിച്ച ഒനേസിഫോറസ്. ഒനേസിഫോറസ് ഹു സെർവ് പോൾ ഇൻ പ്രിസൺ. പൗലോസ്ലീഹ തടവിലായിരുന്നപ്പോൾ അവിടെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ച ഒനേസിഫോറസ് എന്ന ഒരാളെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നു. ഈ ഒനേസിഫോറസിന്റെ പോലെയുള്ള ഹൃദയം നമുക്കുണ്ടാകണം എന്നാണ് അവിടെ എബ്രായ ലേഖകൻ അവിടെ പറയുന്നത്. അതിന്റെ റെഫറൻസ് ആണ് 2 തീമോത്തിയോസ് 1-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള ഭാഗം. അപ്പം ഈ ഒനേസിഫോറസ് എന്നുള്ള ആ ഒരു നെയിമും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളുക. പൗലോസ്ലീഹായെ തടവിൽ ശുശ്രൂഷിച്ച വ്യക്തിയാണ് ഒനേസിഫോറസ്. അപ്പം അതാണ് ഇവിടെ തടവുകാരോട് സഹതാപം കാണിക്കണം എന്നുള്ളതിന് നമുക്ക് റെഫറൻസ് ആയിട്ട് പറയുന്നത്. ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ചുള്ള റെഫറൻസിന് പറഞ്ഞത് അബ്രഹാമിനെയും ലോത്തിനെയും കുറിച്ച് പറഞ്ഞു. ഇവിടെ തടവുകാരായ സഹോദരങ്ങളോട് സഹതാപം കാണിക്കണം എന്നുള്ളതിന് റെഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒനേസിഫോറസിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതാണ് പ്രിസൺ മിനിസ്ട്രി എന്ന് പറയുന്നത്. പ്രിസൺ മിനിസ്ട്രി ഈസ് ഈക്വൽ ടു സെർവിങ് അവർ ലോർഡ് എന്നാണ് പറയുന്നത് അല്ലെ. നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പം അത്ര ഇതായിട്ട് കാണുന്നില്ല, എങ്കിലും പണ്ട് കാലങ്ങളിലൊക്കെ പ്രിസൺ മിനിസ്ട്രി ധാരാളമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പ്രിസൺ മിനിസ്ട്രി. നമ്മൾ പ്രിസണിൽ പോയിട്ട് തടവുകാരായിട്ടുള്ള പല കുറ്റത്തിന് ചിലപ്പോൾ ഒരുപക്ഷെ അവര് മനഃപൂർവ്വമായിട്ട് അല്ലാതെയും സാഹചര്യങ്ങൾ മൂലമൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യപ്പെടേണ്ട വന്ന പലരും ഉണ്ടാകും. ചിലപ്പോൾ സ്വന്തം ജീവന് വേണ്ടിയിട്ടോ അങ്ങനെ പല ജീവിത സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ അവരൊക്കെ മാനസാന്തരപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവരെ പോയി കാണുകയും അവരുടെ സങ്കടത്തില് സഹതാപം കാണിക്കുകയും ചെയ്യുക എന്നാണ് എബ്രായ ലേഖകൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ഇനി അടുത്തത് 4-ാമത്തേതായിട്ടുള്ള പോയിന്റ്, ദൈവമക്കൾ ക്രിസ്തീയ സ്നേഹം കുടുംബജീവിതത്തിൽ പ്രകടിപ്പിക്കണം. ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് മസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ദ ലവ് ഓഫ് ഗോഡ് ഇൻ ദെയർ ഫാമിലി ലൈഫ്സ്. അപ്പൊ നമ്മള് ഈ വചനം പഠിക്കുകയും വചനം പ്രസംഗിക്കുകയും ചെയ്യുന്നത് മാത്രം പോരാ, നമ്മളുടെ ജീവിതത്തില് ഈ ദൈവസ്നേഹം, ക്രൈസ്തവ സ്നേഹം, നമ്മുടെ കുടുംബങ്ങളൊക്കെ ക്രൈസ്തവ കുടുംബങ്ങളായിട്ട് മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് ഇരിക്കണമെന്നാണ്
എബ്രായ ലേഖന കർത്താവ് ഇവിടെ പറയുന്നത്. ഇത് 4-ാമത്തെ വാക്യം, 13-ാം അധ്യായം 4-ാം വാക്യം, ചാപ്റ്റർ 13 വേഴ്സ് 4-ലാണ് പറയണത്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക് നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അപ്പൊ നമ്മുടെ കുടുംബ ജീവിതത്തിൽ വേണ്ടതായ നൈർമല്യതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഭാര്യ ഭർത്തൃ ബന്ധത്തില് വേണ്ടതായിട്ടുള്ള നിർമ്മലത, വിശ്വസ്തത, ഈ 2 കാര്യങ്ങളാണ് അവിടെ പറയേണ്ടത്. ഏതാണ്? നിർമ്മലത ഉണ്ടായിരിക്കണം, വിശ്വസ്തത ഉണ്ടായിരിക്കണം. സാങ്ക്ടിറ്റി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. ഇന്നത്തെ കാലത്ത് പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വിശ്വസ്തത, അല്ലെ, അല്ലെങ്കിൽ നിർമ്മലത. പലപ്പോഴും നമ്മുടെ കുടുംബജീവിതങ്ങളിലൊക്കെ വളരെയധികം വിള്ളലുകൾ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഈ ലസ്റ്റും അതുപോലെ ദുർനടപ്പുകാരായിട്ട് നാം പോകുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളെ ഇവിടെ ആഹ്വാനം ചെയ്യുന്നു, ക്രൈസ്തവ ജീവിതം നയിക്കുന്നവർ അവരുടെ കുടുംബ ജീവിതത്തിലും ഇത് പ്രകടമാക്കുക. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിർമ്മലതയും വിശ്വസ്തതയും ഉണ്ടായിരിക്കണം. അതുപോലെ ഇവിടെ വിവാഹ ബന്ധത്തിന്റെ ആ ഒരു നിർമ്മലതയെ കാണിക്കുന്നുണ്ട്. വിവാഹ ബന്ധം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള വിശുദ്ധ ഉടമ്പടി എന്നാണ് പറയണത്. അപ്പം വിവാഹ ബന്ധമാണ് ദൈവത്തോടുള്ള വിശുദ്ധ ഉടമ്പടിയായിട്ട് കാണുന്നത്. മാരേജ് ഇസ് എ കമ്മിറ്റ്മെന്റ് മെയ്ഡ് ടു ഗോഡ്. ദൈവത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ടാണ് മാരേജിനെ ഇവിടെ കാണിക്കുന്നത്. ഇനി അതാണ് 4-ാമത്തേത്. ദൈവമക്കൾ ക്രൈസ്തവ ജീവിതത്തില് ക്രിസ്തീയ സാക്ഷ്യം അല്ലെങ്കിൽ സ്നേഹമുള്ളവരായിട്ട് ഇരിക്കുക. ഇനി അടുത്തത് നമുക്ക് കാണാൻ 5-ാമത്തെ പോയിന്റ്, നമുക്കുള്ള പ്രബോധനങ്ങളാണ്. 5-ാമത്തെ പോയിന്റ് എന്താണ്? വിശ്വാസികൾ ദ്രവ്യാഗ്രഹം വെടിയണം. ദ ബിലീവേഴ്സ് മസ്റ്റ് അബാൻഡൻ ഗ്രീഡ്. ഇവിടെ എബ്രായ ലേഖകൻ 13-ാം അധ്യായത്തില് ക്രൈസ്തവ ജീവിതത്തിന് തടസ്സമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ ധനാസക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിൻഡ്രൻസ് ടു ക്രിസ്ത്യൻ ലൈഫ് ആസ് പെർ ഹീബ്രൂസ് ചാപ്റ്റർ 13. അതാണ് ധനാസക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരിസ് എന്ന് പറയുന്നതാണ് പ്രധാനമായിട്ടും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയും. നമ്മൾ പലപ്പോഴും ധനത്തിനെ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ക്രൈസ്തവ ജീവിതം നയിക്കാനായിട്ട് സാധ്യമാകുന്നില്ല. അപ്പം ഇവിടെ പറയുന്നു, ദ്രവ്യാഗ്രഹമാണ് സകലവിധ ദോഷത്തിനും കാരണം. 1 തിമോത്തി 6:10 അതിന്റെ റെഫറൻസ്. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ ചോദിക്കാം. ഡാഷ് സകലവിധ ദോഷത്തിനും കാരണമാണ്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. അപ്പൊ അതൊരു സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ, അല്ലെങ്കിൽ സകല ദോഷത്തിനും കാരണമായത് എന്ത്? ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ ലവ് ഓഫ് മണി. ഇനി നിങ്ങളുടെ നിക്ഷേപം എവിടെ ആയിരിക്കുന്നു അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം എന്നാണ് വചനം പറയണത്. വേറെവർ യുവർ ട്രഷർ ഇസ് ദെയർ വിൽ ബി യുവർ ഹാർട്ട് ബി ഓൾസോ. അപ്പൊ നമുക്ക് ധനത്തിലേക്കാണ് നമ്മുടെ കോൺസെൻട്രേഷൻ എങ്കിൽ നമ്മളുടെ ഹൃദയവും അവിടെ തന്നെ ആയിരിക്കും. നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് പോകില്ല. അപ്പം ധനം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ദൈനംദിന ജീവിതം, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ധനം ആവശ്യമാണ്. എന്നാൽ അമിതമായിട്ടുള്ള ധനാസക്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ധനാസക്തി എന്നുള്ള വാക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിൽ അധികമായിട്ട് നമ്മൾ ആസക്തി ഉണ്ടെങ്കിൽ അത് പാപമാണ് എന്നാണ് എബ്രായ ലേഖൻ നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് 5-ാമത്തെ പോയിന്റ്. ഇനി 6-ാമത്തെ പോയിന്റ് എന്താണ്? വിശ്വാസികൾ ഉള്ളത് കൊണ്ട് തൃപ്തരാകണം. നമുക്ക് എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതല്ലേ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങിയേനെ അല്ലെ. ഇത് നമുക്ക് എത്ര വന്നാലും നമുക്ക് നാളെയെക്കുറിച്ചുള്ള ചിന്തയും നമുക്കുള്ളത് കൊണ്ട് അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് നടത്തുന്നതും അങ്ങനെ ആയിരിക്കാം. എന്നാൽ ഇവിടെ എബ്രായ ലേഖകൻ നമ്മെ പഠിപ്പിക്കുന്നു, വിശ്വാസികളായിട്ടുള്ളവര് ഉള്ളത് കൊണ്ടൊക്കെ ഒന്ന് തൃപ്തരാകാനായിട്ട് പഠിക്കുക. നമ്മൾ എപ്പോഴും വിശ്വസിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ നൽകുവാൻ കർത്താവ് മതിയായവനാണ്. ഉള്ളതിനാൽ തൃപ്തിയുള്ളവർക്ക് ദൈവസാന്നിധ്യ ബോധം സംരക്ഷണം നൽകും. അപ്പൊ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ തൃപ്തി ആയാല് സംരക്ഷണം കിട്ടുന്നത് എവിടുന്നാ? അത് ദൈവത്തിങ്കിൽ നിന്നായിരിക്കും. അത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു ഇത്രയും നല്ല ജോലികളും അല്ലെങ്കിൽ നല്ല ഒരു നമ്മുടെ ഒരു വരുമാന മാർഗമൊക്കെ നമുക്ക് വിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഈസി അല്ല. ദൈവം എന്നെ കരുതിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അത്ര ഈസി ആയിട്ടൊന്നും നമുക്ക് വിടാൻ പറ്റത്തില്ല. പക്ഷേ യഥാർത്ഥമായി വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ ദൈവം കരുതുന്നു എങ്കിൽ നമുക്കുള്ളത് കൊണ്ട് തൃപ്തരാകുവാനും ദൈവം കരുതിക്കൊള്ളും, ഇനിയുള്ളതിനെ കരുതിക്കൊള്ളും എന്നുള്ള യഥാർത്ഥ വിശ്വാസവും ദൈവ സാന്നിധ്യ ബോധവും നമുക്കുണ്ടാകണം. അത് നമ്മെ സംരക്ഷണം നൽകുമെന്നാണ് എബ്രായ ലേഖകർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
ഇനി ഇവിടെ പറയുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകാതെ സാക്ഷ്യ ജീവിതം നയിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന 2 വേദവാക്യങ്ങൾ. ഒന്നുകൂടെ ഓർക്കുക, അവിടെ പേജ് നമ്പർ 46 ലാസ്റ്റത്തെ പാരഗ്രാഫില് പറയുന്ന ഒരു മിഡിൽ ഭാഗത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ലോകത്തിന് അനുരൂപരാകാതെ സാക്ഷ്യ ജീവിതം നയിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന 2 വേദവാക്യങ്ങൾ ഏതൊക്കെ? Which are the 2 verses that the author quotes that persuade us to live lives as good witness without identifying with the world? അപ്പൊ അത് 2 കാര്യങ്ങൾ, 2 വേഴ്സസ് പറയേണ്ടത്, ഒന്ന് സെയിന്റ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 5, രണ്ടാമത്തേത് സാംസ് 118 വേഴ്സ് 6. ഓക്കെ, സെയിന്റ് ജോൺ, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം എന്താ പറയണത്? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. എത്ര സൂതിങ് ആയിട്ടുള്ള ആശ്വാസം നൽകുന്ന ഒരു വചനമാണ് അതല്ലേ. പെറ്റമ്മ മറന്നാലും അല്ലെ, ഈ ലോകം മുഴുവനും മറന്നാലും നമ്മെ മറക്കാത്തതും നമ്മെ ഉപേക്ഷിക്കാത്തതും, നമ്മൾ കരയുമ്പം ആ കണ്ണുനീരിന്റെ ആ ആഴം അറിയുന്നത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ദൈവം മാത്രമാണ്. നമുക്ക് അത്രയ്ക്കും സൂതിങ് ആയിട്ട്. അപ്പൊ ഈ ലോകത്തിലേക്ക് അനുരൂപരാകാതെ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതിന് 1-ാമത്തെ വചനമാണ് സെയിന്റ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 5. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഐ വിൽ നെവർ ലീവ് യു നോർ forsake you. നമ്മളൊക്കെ ബൈഹാർട്ടായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു വചനമാണ്. ചില സമയങ്ങളിലൊക്കെ ഇത് നമ്മൾ ഉരുവിടുക, വചനം നമ്മൾ പറയുവാനായിട്ട് ശ്രമിക്കുക, അപ്പോഴാണ് നമുക്ക് ആ ധൈര്യം നമുക്ക് ഉള്ളിലേക്ക് കിട്ടുക. ഇനി അടുത്തതായിട്ടുള്ള 2-ാമത്തെ റെഫറൻസ് ആണ് സങ്കീർത്തനം 118-ന്റെ 6-ാം വാക്യം. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? The Lord is on my side, I will not fear. അല്ലെ, കർത്താവ് എനിക്ക് തുണയായിട്ടുണ്ടെങ്കിൽ ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? വളരെ കംഫർട്ടിംഗ് ആയിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വചനമാണിത് അല്ലെ. എന്തൊക്കെ സംഭവിക്കട്ടെ, മനുഷ്യർ എങ്ങനെയൊക്കെ നമ്മെ മനസ്സിലാക്കിക്കൊള്ളട്ടെ, മനുഷ്യർ എന്തൊക്കെ നമ്മെ കുറ്റം പറയട്ടെ. ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ വളരെയധികം നല്ല നല്ല കമന്റുകൾ, എല്ലാവരുടെയും അനുഗ്രഹം, ഒത്തിരി പേര് ബ്ലസ് ചെയ്തുകൊണ്ട് എനിക്ക് റിപ്ലൈ അയക്കാറുണ്ട്. എന്നാൽ 2 റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ഹേർട്ടിംഗ് ആയിട്ടും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള 2 കമന്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞാൻ ദൈവത്തോട് ഞാൻ പറഞ്ഞത്, കർത്താവ്, ഇത് ദൈവം എനിക്ക് വേണ്ടി വെച്ച നിയോഗമായിട്ടാണ് ഞാൻ ഇതിനെ കരുതിയിരുന്നത്. പക്ഷെ അത് മനുഷ്യർ അത് അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ? ദൈവം മാത്രമായിട്ട് ആയിരിക്കട്ടെ എനിക്ക് തുണ. ആ ഒരു വിശ്വാസം നമ്മളെ മുന്നോട്ട് നയിക്കാനായിട്ട്, ഈ ലോകം എന്ത് പറയുന്നു എന്ന് നോക്കാതെ മുന്നോട്ട് പോകാനായിട്ട് നമ്മെ സഹായിക്കും. അപ്പൊ എപ്പോഴും ഈ 2 വചനങ്ങൾ ഓർക്കുക. ഈ ലോകത്തിന് അനുരൂപരാകാതെ സാക്ഷി ജീവിതം നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന 2 വേദവാക്യങ്ങൾ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടെ ലാസ്റ്റത്തെ ലൈനിലുണ്ട്. കൊച്ചമ്മേ, ഒരു മിനിറ്റ് കൊച്ചമ്മേ. ആ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? അത് ബുക്കിനകത്ത് പ്രിന്റ് ചെയ്തിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 18-ന്റെ 6 എന്നാണ് കൊച്ചമ്മേ. 118 ആണോ അത്? 118-ന്റെ 6 ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. ബുക്കിൽ ഇത് റോങ് ആണ്. അപ്പൊ അത് നമ്മുടെ മലയാളം ബുക്കിലാണ് തെറ്റായിട്ടുള്ളത്. ഇംഗ്ലീഷ് ബുക്കിൽ കറക്റ്റ് റെഫറൻസ് ആണ്. അപ്പൊ അതൊന്ന് തിരുത്തിക്കൊള്ളുക. സങ്കീർത്തനം 118-ന്റെ 6 റെഫറൻസ് വരുന്നത് 118 വേഴ്സ് 6. ഈ 2 വാക്യങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ലാസ്റ്റ് ലൈനിലേതും ഒരു ക്വസ്റ്റ്യൻ ആണോ. ലാസ്റ്റ് ലൈനിൽ പറയണത് എന്താണ്? യഹൂദ പാരമ്പര്യ പ്രകാരം കൂടാരപ്പെരുന്നാൾ ദിവസം ആലപിച്ചിരുന്ന സങ്കീർത്തന ഭാഗം. അപ്പം യഹൂദ പാരമ്പര്യ പ്രകാരം കൂടാരപ്പെരുന്നാളിന്റെ അന്ന്, ഓൺ ദ ഫീസ്റ്റ് ഓഫ് ടാബർനക്കിൾ, അക്കോർഡിംഗ് ടു ദ ജൂയിഷ് കസ്റ്റം, ദ സാം യൂസ് ടു ബി സങ്. അതാണ് സങ്കീർത്തനം 118 അതിന്റെ 6-ാം വാക്യം. ഈ സെയിം വചനം തന്നെയാണ് ഇവര് യഹൂദന്മാര് കൂടാരപ്പെരുന്നാൾ ദിവസവും പാടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സങ്കീർത്തന ഭാഗം. ഇനി അടുത്തതായിട്ട് സത്യബോധനം കാത്തു പാലിക്കുക. അത് ചാപ്റ്റർ 13 വേഴ്സ് 7 to 17. അത് കുറച്ചും കൂടെ കൂടുതൽ ഭാഗം കവർ ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അത് 7-ാമത്തെ പ്രബോധനം, ക്രൈസ്തവ ജീവിതത്തിന് ഉതകുന്ന പ്രബോധനത്തിന്റെ 7-ാമത്തെ പോയിന്റും. ഓക്കെ, 7-ാമത്തെ പോയിന്റ് ആണത്. അത് പറയണത് സത്യബോധനം കാത്തു പാലിക്കുക. അപ്പം നമ്മൾ ആദ്യമേ നമ്മൾ കണ്ടു,
6 പോയിന്റുകളാണ് നമ്മൾ ആദ്യം 6 പോയിന്റ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെ. 6 പോയിന്റ് അല്ല, 7 പോയിന്റ് ആണ് വരുന്നത്. ജീവിത സംതൃപ്തിയും. 7ാമത്തെ പോയിന്റ് ആണ് സത്യബോധനം കാത്തു പരിപാലിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു 6 പോയിന്റ് എന്നാ പറഞ്ഞെന്നാണ് എന്റെ ഓർമ്മ. അപ്പം ഇതും കൂടെ ആഡ് ചെയ്തോണം. സത്യബോധനം കാത്തു പരിപാലിക്കുക. അപ്പൊ 7 പ്രബോധനങ്ങളാണ് ഉള്ളത്. ഇനി ഈ പ്രബോധനത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അതിന്റെ സബ് പോയിന്റ്സ് ആയിട്ടാണ് ബാക്കി വരുന്നത്. നിങ്ങൾ അവിടെ കണ്ടാൽ അറിയാം, ചെറിയ അതിന്റെ സബ് പോയിന്റ്സ് 1, 2, 3 എന്നും പറഞ്ഞിട്ട് താഴേക്ക് വരുന്നുണ്ട്. 6 പോയിന്റുകൾ അവിടെയും വരുന്നുണ്ട്. സത്യബോധനം കാത്തു പരിപാലിക്കുക. അത് എബ്രായ ലേഖനം 13-ാം അധ്യായം 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പം ഈ സത്യബോധനം കാത്തു പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ മസ്റ്റ് മെയിൻറ്റെയിൻ എ ക്ലിയർ കോൺഷ്യൻസ് ആൻഡ് ലിവ് ഓണറബിളി. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് കുറച്ചും കൂടെ ഒരു ഗൗരവപരമായിട്ടുള്ള ഒരു പ്രബോധനമായിട്ടാണ് 7ാമത്തെ പോയിന്റ് വരുന്നത്. അപ്പൊ ഇവിടെ എഗെയിൻ വീണ്ടും ചില അടിസ്ഥാന പ്രബോധനങ്ങൾ കാണുന്നു. ഇത് മാത്രമായിട്ട് വേണമെങ്കിലും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം, എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. കാരണം ഇവിടെ 6 പോയിന്റുകൾ വീണ്ടും പറയുന്നുണ്ട്. സത്യബോധനം കാത്തു പരിപാലിക്കേണ്ടത് എങ്ങനെ? ക്രൈസ്തവർ സത്യബോധനം കാത്തു പരിപാലിക്കേണ്ടത് എങ്ങനെ എന്നാണ് എബ്രായ ലേഖകൻ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം ചില അടിസ്ഥാന പ്രമാണങ്ങൾ അല്ലെങ്കിൽ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് പറയുന്നു. 1ാമത്തെ കാര്യം, ദൈവവചനം പ്രസംഗിച്ച നേതാക്കളെ ഓർക്കുക. 7ാമത്തെ വാക്യമാണിത്. ചാപ്റ്റർ 13 വേഴ്സ് 7. ദൈവവചനം പ്രസംഗിച്ച നേതാക്കളെ ഓർക്കുക. റിമെമ്പർ യുവർ ലീഡർ ഹു സ്പോക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ടു യു. ഇവിടെയാണ് നമ്മുടെ പുരോഹിതന്മാരെയും മേൽപ്പെട്ടക്കാരെയും നമ്മോട് ദൈവവചനം ശുശ്രൂഷിക്കുന്നവരെയും ഒക്കെ നാം ഓർക്കേണ്ടതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെയും ആവശ്യകതയാണ് എബ്രായ ലേഖകൻ ഇവിടെ പറയുന്നത്. അപ്പം ഇവിടെ അങ്ങനെ 6 പോയിന്റുകളാണ് നമ്മൾ മുന്നോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. 2ാമത്, യേശുക്രിസ്തു കാലാതീതൻ. 3ാമത്, വിശ്വാസികൾ വിശ്വാസത്തിലും ഉപദേശത്തിലും സ്ഥിരതയുള്ളവരായിരിക്കുക. 4ാമതായിട്ട്, നമുക്കൊരു ബലിപീഠമുണ്ട്, അത് ക്രിസ്തുവാണ്, ക്രിസ്തു യാഗമായ കുരിശാണ്. 5ാമത്തെ പോയിന്റ്, നാം ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുക. 6, വിശ്വാസികൾ സഭാ നേതാക്കൾക്ക് വിധേയരായിരിക്കണം. ഇങ്ങനെ 6 പോയിന്റ് ആണ് ഈ സത്യബോധനം കാത്തു പരിപാലിക്കുക എന്നതിലും ഉള്ളത്. അപ്പം 1ാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ദൈവവചനം പ്രസംഗിച്ച നേതാക്കളെ ഓർക്കുക. ദൈവവചനം പ്രസംഗിച്ചവർ വാങ്ങിപ്പോയവരെങ്കിലും അവരുടെ ഓർമ്മ സജീവമാണ്. അവരെ ഓർത്താൽ മാത്രം പോരാ, അവരുടെ വിശ്വാസം അനുകരിക്കുകയും വേണം. അപ്പൊ നമ്മൾ അവരെ ഓർത്തതുകൊണ്ട് മാത്രം കാര്യമില്ല. അവരെന്താണോ നമ്മെ പഠിപ്പിച്ചത്, നമുക്കറിയാം നമ്മുടെ പൂർവിക പിതാക്കന്മാർ അവരാണ് ഈ പ്രാർത്ഥനാ ക്രമങ്ങളും അവർ ചിട്ടയായ അവരുടെ ജീവിത രീതികൾ കൊണ്ടാണ് പ്രാർത്ഥനാ ക്രമങ്ങളും ഒക്കെ നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവരെ ഓർത്താൽ മാത്രം പോരാ, അവര് തന്ന വിശ്വാസ ജീവിതം നമ്മുടെ ജീവിതത്തിലുമൊക്കെ പ്രകടമാക്കുവാനായിട്ടും അനുകരിക്കുകയും വേണം. നമ്മൾ പരിശുദ്ധ പരിമല തിരുമേനിയെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു അല്ലെ, നമ്മൾ അവിടെ കബറിങ്കൽ പോകുന്നു, കാൽനടയായിട്ട് പോകുന്നു. നമ്മൾ അങ്ങനെ പോയി ഓർത്തതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? പരിമല തിരുമേനി പറഞ്ഞിരിക്കുന്ന പല വചന സൂക്തങ്ങളുണ്ട്. അതിലേതെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലും കൂടെ ഒന്ന് അനുകരിച്ചാൽ മാത്രമേ നമ്മുടെ വിശ്വാസവും പ്രത്യാശയും ഒക്കെ ഫലവത്താവുകയുള്ളൂ. അപ്പൊ അവരെ ഓർത്താൽ മാത്രം പോരാ, അവരുടെ വിശ്വാസം അനുകരിക്കുകയും ചെയ്യണം. ഇവിടെ ഒരു നമ്മുടെ ആരാധനയിൽ ഉപയോഗിക്കുന്ന ഒരു പാട്ട് ഇവിടെ പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോളുക. അതിന്റെ റെഫറൻസ് വരുന്നത് ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 7-ലാണ്. അതിന്റെ പറയുന്ന ദൈവവചനം പ്രസംഗിച്ച നേതാക്കളെ ഓർക്കുക. ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആരാധനയിൽ ഉപയോഗിക്കുന്ന പാട്ടാണ്. അവിടെ പറയണത് എന്താണ്? അവിടെ നാം ദൈവപുത്രന്മാരായിടുവാൻ എന്നാണ് നമ്മൾ പാടുന്നത്. എങ്ങനെ? നാം ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതന്മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം. നമ്മൾ പാടുന്നുണ്ട് അല്ലെ ആ പാട്ട്. അതാണ് ഈ ഒരു വചനത്തിന് കൂടിച്ചേർന്ന റെഫറൻസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഓർക്കുക, നമ്മുടെ പാട്ടുകൾ കുർബാനയിലും ഒക്കെ നമ്മൾ ചൊല്ലുന്ന ഓരോന്നും നമ്മുടെ ഈ വേദപുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. പല വചനങ്ങളെ ബേസ് ചെയ്താണ് നമ്മുടെ പാട്ടുകളൊക്കെ. അപ്പം ആ പാട്ട് അതിന്റെ റെഫറൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഇത് ഏതാണ്, എബ്രായ ലേഖകനും 13-ാം അധ്യായം ബേസ് ആയിട്ടുള്ള ആരാധനാ ഗീതം ഏത്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ഹീബ്രൂസ് ചാപ്റ്റർ 13
വേഴ്സ് 7 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പാട്ട് നാം പാടുന്ന, ആരാധനയിൽ നാം പാടുന്ന, കുർബാനയിൽ പാടുന്ന, നാം ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതന്മാരെ ഓർക്കണം പ്രാർത്ഥന കുർബാനകളിൽ നാം എന്നുള്ള പാട്ട്. അപ്പം അവിടെ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് നമ്മൾ അവരെ ഓർത്താൽ മാത്രം പോരാ, അവരെ അനുകരിക്കുകയും വേണം. ആ പോയിന്റ് ആണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. ഇനി അടുത്ത പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, യേശു ക്രിസ്തു കാലാതീതൻ. ഇത് എബ്രായ ലേഖനം ചാപ്റ്റർ 13 വേഴ്സ് 8, അതാണ് അതിന്റെ റെഫറൻസ് ആയിട്ട് വരുന്നത്. ചാപ്റ്റർ 13 വേഴ്സ് 8 അവിടെ പറയുന്നത് എന്താണ്? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അതാണ് ഈ കാലാതീതൻ എന്ന് പറയുന്നത്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ജീസസ് ക്രൈസ്റ്റ് ഇസ് ബിയോണ്ട് ദ ടൈം. അതാണ് അതിന്റെ മീനിങ്. ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. യേശു ക്രിസ്തു കാലാതീതൻ എന്ന് വ്യക്തമാക്കുക. കാലാതീതൻ എന്ന് പറഞ്ഞാൽ കാലത്തിന് അതീതൻ, അല്ലെങ്കിൽ സമയത്തിന് അതീതൻ, അനന്യനാണ്, എന്നും ജീവിക്കുന്ന ക്രിസ്തു. അതാണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ പാരഗ്രാഫിലുള്ള പോയിന്റുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഒന്നാമതായിട്ട് നമുക്കറിയാം, യേശു ക്രിസ്തു കാലാതീതൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ അതുല്യതയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ അതുല്യത എന്ന് പറഞ്ഞാൽ? യുണീക്നെസ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് ഈ അതുല്യത എന്ന് പറയുന്നത്. അത് ക്രിസ്തുവിന്റെ യുണീക്നെസ്, ക്രിസ്തുവിന് മാത്രമുള്ള, ഒരു മനുഷ്യനും ഉള്ള യുണീക്നെസ് അല്ല, അല്ലെ? ഒരു മനുഷ്യനായിട്ട് ജനിച്ചാൽ ഒരു മരണം നമുക്കൊക്കെ ഉറപ്പാണ്. എന്നാൽ ക്രിസ്തു അങ്ങനെയല്ല. ക്രിസ്തു കാലാതീതനാണ്, കാലത്തിനും സമയത്തിനും ഒക്കെ അതീതനാണ്, അനന്യനാണ്, മരണമില്ലാത്ത ക്രിസ്തു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിന്റെ അതുല്യതയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത്? ലോകത്തിലുള്ളതെല്ലാം കാലത്തിനനുസരിച്ചുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താ? മരണം കൊണ്ട് ഇവയൊക്കെയും മാറ്റപ്പെടുന്നു. ഒരു കാലം കഴിയുമ്പോൾ നമുക്കൊക്കെ അറിയാം, ഒരു മനുഷ്യന് ഒരു ജീവിത കാലമുണ്ട്, അല്ലെ? ഒരു കാലഘട്ടമുണ്ട്. 70, 7 ആയാലും 80, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു ആയുസ്സുണ്ട് ഈ ഭൂമിയിൽ. അത് കഴിഞ്ഞാൽ പിന്നെ മരണം കൊണ്ട് നമ്മൾ ആ ഒരു വ്യക്തി മാറ്റപ്പെടുക. നമുക്ക് അത്രയേ ഉള്ളൂ നമ്മുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോകം, നമ്മുടെ കാലം അത്രയേ ഉള്ളൂ. എന്നാൽ ക്രിസ്തുവിന്റെ കാര്യം അങ്ങനെയല്ല. നമുക്ക് മരണം കൊണ്ട് നമ്മുടെ കാലം അവസാനിക്കുന്നു, അല്ലെ? ലോകത്തിലുള്ളതെല്ലാം കാലത്തിനനുസരിച്ചാണ്, മരണം കൊണ്ട് അവ മാറ്റപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഇസ് സബ്ജക്ട് ടു ടൈം. ഓരോരുത്തർക്കും ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ടൈം ഉണ്ട്. അതാണ് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. അപ്പം ദേ ആർ റിമൂവ്ഡ് ബൈ ഡെത്ത്. ബട്ട് ക്രൈസ്റ്റ് അങ്ങനെയാണോ? ക്രിസ്തുവിന്റെ യുണീക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വചനത്തിൽ എന്താ പറയണത്? ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ക്രിസ്തുവിന് മരണമില്ല എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ക്രൈസ്റ്റ് ഈസ് യുണീക് ആൻഡ് അൺചേഞ്ചിങ്, യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അതുപോലെ തലമുറകളുടെ സങ്കേതമാകുന്നു. നമുക്ക് ഒരു തലമുറയ്ക്ക് മാത്രമാണോ ക്രിസ്തു സങ്കേതമായിട്ടുള്ളത്? ഇല്ല. നമ്മുടെ പൂർവികർ, എത്രയോ പൂർവികര്, നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത നമ്മളെ പൂർവികരുടെയും സങ്കേതമായിരുന്നു. ഇന്ന് നമുക്ക് സങ്കേതമാണ്, നാളെ നമ്മുടെ വരും തലമുറകൾക്കുള്ള സങ്കേതമാണ്. അപ്പൊ അത് ഒരു തലമുറ കൊണ്ട് നിന്നു പോകുന്നില്ല. അതാണ് കാലാതീതൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു കാലാതീതൻ, തലമുറകൾക്കായിട്ട് ക്രിസ്തു സങ്കേതമാണ്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡില് ജീവിച്ച് അവിടെ തീർന്നു പോകുന്ന നാം ഓരോരുത്തരെയും പോലെയല്ല. നമുക്കൊക്കെയും ഒരു ടൈം പീരീഡ് ഉണ്ട്. പക്ഷെ ക്രിസ്തു ഇന്നലെ, ഇന്ന്, നാളെയും ക്രിസ്തു ജീവിക്കുന്നു. അതാണ് യേശു ക്രിസ്തു കാലാതീതൻ. ജീസസ് ക്രൈസ്റ്റ് ഇസ് ബിയോണ്ട് ദ ടൈം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്രിസ്തു ആരാണ്? ക്രിസ്തു പുരോഹിതനാണ്, പ്രവാചകനാണ്, രാജാവുമായി എന്നേക്കുമായി. നമ്മൾ ആദ്യത്തെ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ ഇത് പഠിച്ചതാ. ക്രിസ്തുവിന്റെ പലവിധമായിട്ടുള്ള ക്വാളിറ്റീസ്, പുരോഹിതനായിട്ടുണ്ട്, പ്രവാചകനാണ്, രാജാവാണ്, അങ്ങനെ എന്നേക്കുമായിട്ട് വാഴുന്നു. ഹീസ് എ പ്രീസ്റ്റ്, പ്രോഫറ്റ് ആൻഡ് കിങ്. അതുപോലെ തലമുറകളായിട്ട് സങ്കേതമാകും. ഇത്രയും പോയിന്റുകളാണ് പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതേണ്ടത് കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്രിസ്തു കാലാതീതൻ, കാരണം പെട്ടെന്ന് നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാവത്തില്ല. കാലാതീതൻ എന്നുള്ളത് കൊണ്ടൊന്നും ആ വേർഡ് മീനിങ്. അപ്പം ഓർക്കുക, ക്രൈസ്റ്റ് ഈസ് ബിയോണ്ട് ദ ടൈം, കാലത്തിന് അതീതം, എന്നും ജീവിക്കുന്നു, എല്ലാ തലമുറകൾക്കും സങ്കേതമാണ്. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, സത്യബോധനം കാത്തു പരിപാലിക്കുക എന്നുള്ളതിലെ മൂന്നാമത്തെ പോയിന്റ്, വിശ്വാസികൾ വിശ്വാസത്തിലും ഉപദേശത്തിലും സ്ഥിരതയുള്ളവരായിരിക്കണം. ഇത് 9ാമത്തെ വാക്യമാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. The believers must be steadfast in their faith and
ടീച്ചിങ്സ്. ഓക്കെ, നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ ഉപദേശത്തിലും നമുക്ക് കുറച്ച് സ്ഥിരതയുള്ളവരായിരിക്കണം. നമ്മൾ ചേഞ്ച് ആവരുത്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വന്നാൽ നമ്മുടെ വിശ്വാസം പതറുവാനായിട്ട് ഇടയാവരുത്. അപ്പം അത്ര ഈസി ആയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെയൊക്കെ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. അല്ലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ആണോ? വിശ്വാസത്തിലും ഉപദേശത്തിലും സ്ഥിരതയുള്ളവരാണ് എന്ന് പറയാം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒട്ടും ഈസി അല്ല. നമുക്ക് നമ്മുടെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ചില ചലഞ്ചിങ് സിറ്റുവേഷൻസിൽ വരുമ്പോൾ നമ്മുടെ വിശ്വാസം ഒക്കെ നന്നായിട്ട് ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. എന്നാൽ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവകൃപ നമുക്കുള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നുണ്ട്, അല്ലെ? പക്ഷെ അത് നഷ്ടപ്പെട്ടു പോകുന്ന പലരുമുണ്ട്. ദൈവകൃപ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയ പലരുമുണ്ട്. അവരുടെ ജീവിതവും അവർ തന്നെ നഷ്ടപ്പെടുത്തിയവരുണ്ട്. എന്നാൽ നമ്മളൊക്കെയും ജീവിതത്തിലെ ചലഞ്ചസ് വന്ന് നമുക്ക് ഇച്ചിരി സ്ഥിരതയില്ല എങ്കിൽ പോലും ക്രിസ്തു നമ്മെ വീണ്ടും വിളിക്കുകയും ആ കൃപയെ, ദൈവകൃപ കൊണ്ട് നമ്മൾക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അപ്പം ഇവിടെ പ്രധാനമായിട്ട് എബ്രായ ലേഖകൻ ഇങ്ങനെ ഒരു പോയിന്റ് പറയാൻ കാരണം, ഇത് പറയുന്നത് പ്രധാനമായിട്ടും യഹൂദ മതക്കാരോടും യവനരായ ആൾക്കാരോടുമാണ്, ഗ്രീക്കുകാരോടുമാണ് ഇത് പറയുന്നത്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ യഹൂദ മതത്തില് ചില അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യവനന്മാര്, ഗ്രീക്കുകാര്, അപ്പം അവരുടെ ഇടയിലും കുറച്ച് കസ്റ്റംസുകൾ, അവര് ആചരിച്ചു പോകുന്ന ചില കസ്റ്റംസുകളൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് യഹൂദ മതത്തില് ചില ദുരാചാരങ്ങളും വേദവിപരീതങ്ങളും ഉണ്ടായിരുന്നു. അത് വിശ്വാസികളുടെ ഇടയിൽ പാടില്ല. എന്തൊക്കെയാണ്? ദുരാചാരങ്ങളും വേദവിപരീതവുമാണ് യഹൂദന്മാരുടെ ഇടയിൽ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ യഹൂദ മതത്തിലെ ചില ആചാരങ്ങള് അവരെ കൂടുതൽ ഭക്തിയുള്ളവരാക്കുന്ന ചിലര് തെറ്റിദ്ധാരണകള് പറഞ്ഞു പരത്തിയിരുന്നു. ആ ഉപദേശത്തിനെതിരെയാണ് എബ്രായ ലേഖകൻ ഇത് ഒന്നാമതായിട്ട് പറയുന്നത്. അതായത് ഈവിൽ പ്രാക്ടീസസ് ആൻഡ് ഹെറസി ഷുഡ് നോട്ട് ബി ഫൈൻഡ് എ പ്ലേസ് എമംഗ് ദ ഫെയ്ത്ത്ഫുൾ. വിശ്വാസികളുടെ ഇടയിൽ ദുരാചാരങ്ങളും വേദവിപരീതവും പാടില്ല. അതുപോലെ തന്നെ യവനന്മാരുടെ ചില ഭക്ഷ്യ നിബന്ധനകൾ, അവർക്ക് ചില ഫുഡ് പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ ഗ്രീക്കുകാരുടെ ഇടയിലുള്ള ചില കണ്ടീഷൻസ് റിഗാർഡിങ് സർട്ടൻ ഫുഡ്. അതായിരുന്നു എബ്രായ ലേഖകൻ ഫോക്കസ് ചെയ്യുന്ന കാര്യം. എന്നാൽ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പൊ എബ്രായ ലേഖകൻ അവരെ ഉദ്ദേശിച്ച് പറഞ്ഞു, നാം ഇന്ന് പഠിക്കുവാൻ ദൈവകൃപയാൽ ആയിരിക്കുന്നത് കൊണ്ട് ഇത് നമുക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വിശ്വാസികൾ വിശ്വാസത്തിലും ഉപദേശത്തിലും സ്ഥിരമായിരിക്കണം. അപ്പം ഇവിടെ എബ്രായ ലേഖകൻ പറയുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളാണ്. അപ്പൊ പഴയ നിയമ ആചാരങ്ങളല്ല, പുതിയ നിയമമാണ് ഇമ്പോർട്ടന്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ലേഖകൻ പറയുന്നത് പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിനേക്കാൾ പുതിയ നിയമത്തിൽ ക്രിസ്തു കൊണ്ടുവന്ന ന്യൂ കവണന്റ്, ക്രിസ്തുവിന്റെ പ്രബോധനങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മാത്രമുള്ള വിവേചനം നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കുകയില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപ, അതാണ് നമ്മെ ശുദ്ധമാക്കുന്നതും ശക്തമാക്കുന്നതും. അതൊന്ന് നോട്ട് ചെയ്തോളുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ ചോദിക്കാം. നമ്മെ ശുദ്ധമാക്കുന്നതും ശക്തമാക്കുന്നതും എന്ത്? ഗോഡ്സ് ഗ്രേസ്, ദൈവകൃപയാണ് നമ്മെ ശുദ്ധമാക്കുകയും ശക്തമാക്കുക. അതാ ഞാൻ പറഞ്ഞ, പലപ്പോഴും നമ്മൾ തെറ്റിപ്പോയെങ്കിലും, പലപ്പോഴും നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ആയി പോയെങ്കിലും, ദൈവത്തോട് മറുതലിച്ചെങ്കിലും നമ്മൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിവല്ല. നമ്മൾ ഓർക്കുമ്പോൾ ഞാൻ ഭയങ്കര വിശ്വാസി, പ്രാർത്ഥിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു എന്നല്ല, ദൈവത്തിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. അതാ ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ ഒരു ദിവസം സൂചിപ്പിച്ചതാണ്. അത് യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദൈവകൃപയാലും ദൈവം ആകർഷിച്ചിട്ടും മാത്രമേ ഒരാൾക്ക് ദൈവത്തിങ്കിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് അതിനുള്ള ഒരു വില്ലിങ്നെസ്സും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തമ്പുരാൻ നമ്മെ വിളിക്കുകയും ദൈവകൃപയാൽ നമ്മെ ശുദ്ധരാക്കുകയും ശക്തരാക്കുകയും ചെയ്യുന്നു. അപ്പം അവിടെ ആ ഒരു വാക്കൊന്ന് ശ്രദ്ധിച്ചോളുക. ദൈവകൃപ നമ്മെ ശുദ്ധമാക്കുകയും ശക്തമാക്കുകയും ചെയ്യുന്നു. ഗോഡ്സ് ഗ്രേസ് ദാറ്റ് പ്യൂരിഫൈസ് us ആൻഡ് സ്ട്രെങ്തൻ us. ആ ഒരു പോയിന്റ് ഓർക്കുക. ഇനി ഇവിടെ ഒന്ന് രണ്ട് വേർഡ്സ് ഉണ്ട്, പഠിക്കാനുണ്ട്. എവുക്കാരിസ്തിയ അല്ലെങ്കിൽ ക്യാരിസ്, വിശുദ്ധ കുർബാന, ഇതൊക്കെ ആണ് ഈ ഒരു ദൈവകൃപയ്ക്കായിട്ട് നമ്മെ ശുദ്ധമാക്കുന്നതും ശക്തമാക്കുന്നതുമായി ദൈവകൃപ എന്നുള്ള വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഗോഡ്സ് ഗ്രേസ്, എവുക്കാരിസ്തിയ, ക്യാരിസ് അല്ലെങ്കിൽ വിശുദ്ധ കുർബാന എന്നൊക്കെയാണ് ഇതിന് അർത്ഥമാക്കുന്നത്. വിശുദ്ധ കുർബാന എന്നത് യഥാർത്ഥ യാഗവും
നമ്മെ ശുദ്ധവും ശക്തവുമാക്കുന്നത് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് എല്ലാ ആഴ്ചയിലും നമ്മൾ ഏതൊരു വിശുദ്ധ കുർബാന നമ്മൾ കൂടുമ്പോഴും നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതും നമ്മെ വീണ്ടും ശുദ്ധരാക്കുന്നതും വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയാണ്. അപ്പൊ അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ് ആയിട്ട് പറയണത്, അപ്പൊ നമ്മളിപ്പം പഠിക്കുന്നത് ഏതാണ്? സത്യബോധനം കാത്തു പരിപാലിക്കുക എന്ന 7ാമത്തെ പോയിന്റ്, ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രബോധനങ്ങളിലെ 7ാമത്തെ പോയിന്റ് ആണ് സത്യബോധനം കാത്തു പരിപാലിക്കുക. അതിന്റെ 4ാമത്തെ പോയിന്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കൊരു ബലിപീഠമുണ്ട്, അത് ക്രിസ്തുവാണ്, ക്രിസ്തു യാഗമായ കുരിശാണ്. We have an altar that is Christ and the cross on which Christ was sacrificed. അപ്പൊ അവിടെ അതാണ് പറയുന്നത്, കർത്താവിന്റെ കുരിശു മരണത്തെ കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ബലിപീഠം എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്, കർത്താവിന്റെ കുരിശ്, ആ കുരിശു മരണം. അത് എന്നേക്കുമായിട്ടുള്ള ഒരു ബലിയായിട്ടാണ് കർത്താവിന്റെ കുരിശു മരണത്തെ പറയുന്നത്. ലോർഡ്സ് ഡെത്ത് ഓൺ ക്രോസ് ഇസ് ആൻ എറ്റേണൽ സാക്രിഫൈസ് ഫോർ വൺസ് ആൻഡ് ഫോർ എവർ. ഒരിക്കൽ മാത്രമേ ഉള്ളൂ, അത് എന്നേക്കുമായിട്ടുള്ള ഒരു യാഗബലിയാണ്. അപ്പം ഇവിടെ പറയുന്നു, നമുക്കൊരു മഹാപുരോഹിതൻ ഉള്ളതുപോലെ തന്നെ നമുക്കൊരു ബലിപീഠവുമുണ്ട്. മഹാപുരോഹിതൻ എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവും, ഈ ബലിപീഠം എന്ന് പറയുന്നത് എന്താണ്? കർത്താവിന്റെ കുരിശുമാണ് ഈ ബലിപീഠമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു മഹാപുരോഹിതൻ ഉള്ളതുപോലെ ഒരു ബലിപീഠമുണ്ട്, അത് കർത്താവും കർത്താവിന്റെ ക്രൂശുമാണ്. ജസ്റ്റ് ആസ് വി ഹാവ് വൺ ഹൈ പ്രീസ്റ്റ്, ദർ ഇസ് ഓൾസോ ആൻ ഓൾട്ടർ. ആ ഓൾട്ടർ എന്താണ്? ദാറ്റ് ഈസ് ദ ലോർഡ് ആൻഡ് ദ ക്രോസ് ഓഫ് ദി ലോർഡ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ നാമും ഈ കർത്താവിന്റെ ക്രൂശിലും കർത്താവിലും പങ്കാളികളായി തീരും. അപ്പൊ നമ്മുടെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിച്ചില്ലത്, ആ ക്രൂശ് മരണമാണ് നമ്മൾ അവിടെ ആഘോഷിക്കുന്നത്, അല്ലെ? നമ്മൾ ആ വിശുദ്ധ കുർബാനയിൽ ഓരോ ഭാഗവും നമ്മൾ നോക്കിയാൽ, നമ്മൾ ശ്രദ്ധിച്ച് നിന്നാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഈ വിശുദ്ധ കുർബാനയിൽ നാം സംബന്ധിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലും നാം പങ്കാളികളായി തീരുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു 10ാമത്തെ വാക്യത്തെ കുറിച്ച്, എബ്രായ ലേഖനം 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവിടെ ഒരു വാക്യം പറയുന്നുണ്ട്. ഇവിടെ കൂടാരവാസികൾക്ക് ഭക്ഷിക്കുവാൻ അവകാശമില്ല എന്നുദ്ദേശിക്കുന്നത് ആരെക്കുറിച്ചാണ്? 10-ാം വാക്യത്തിൽ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. അപ്പം ആരാണ് ഈ അവകാശമില്ലാത്തവരെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നത് യഹൂദന്മാരെയോ അല്ലെങ്കിൽ അവിശ്വാസികളെയോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഈ കൂടാരവാസികൾക്ക് ഭക്ഷിക്കുവാൻ അവകാശമില്ല എന്ന് ഉദ്ദേശിക്കുന്നത് അവിശ്വാസികളെ കുറിച്ചാണ് എന്നാണ് എബ്രായ ലേഖന കർത്താവ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. 13-ാം അധ്യായം 10-ാം വാക്യമാണത്. ഇനി അടുത്തത് 5ാമത്തെ പോയിന്റ്, നാം ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുക. ഇത് 11-ാമത്തെ വാക്യം മുതലുള്ള കാര്യമാണ്. ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുക ഇച്ചിരി പ്രയാസമുള്ള ഒരു കാര്യമാണ് സഹനം, അല്ലെ? നമുക്ക് ഓരോരുത്തർക്കും സഹനമാണ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയും പ്രയാസവും വന്നാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ ലേഖകൻ നമ്മെ കാണിച്ചു തരികയാണ് ക്രിസ്തു എത്രമാത്രം സഹിച്ചു, അല്ലെ? ദൈവപുത്രനായിട്ടുകൂടി എത്രമാത്രം അപമാനം സഹിച്ചു, അല്ലെ? സ്വന്തം വസ്ത്രം പോലും അവര് എടുത്തു മാറ്റി, അല്ലെങ്കിൽ എത്രമാത്രം നീചമായിട്ടുള്ള രീതിയിലാണ് ക്രിസ്തുവിനോട് പെരുമാറിയത്. എത്ര അപമാനമാണ് ക്രിസ്തു സഹിക്കേണ്ടി വന്നത്. അപ്പൊ ഇവിടെ ക്രിസ്തുവിന്റെ കാൽവറിയിലെ ക്രൂശ് മരണം, അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് പഴയ നിയമത്തിലെ ഒരു ആചാരവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ പാപപരിഹാര ദിവസത്തിൽ ഒരു യാഗം നടത്തിയിരുന്നു. ഓക്കെ, അപ്പൊ അതൊരു പ്രത്യേക ദിവസമാണ് ഡേ ഓഫ് അറ്റോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ ദിവസം അവിടെ ഒരു സാക്രിഫൈസ് അവർ നടത്തും, ഒരു യാഗം നടത്തും. അത് അവര് നടത്തുന്നത് എന്താണ്? ചിലപ്പോൾ ഒരു കാളയോ അല്ലെങ്കിൽ ഒരു ആട്ടിൻകൊറ്റനെയൊക്കെ ആയിരിക്കും അവിടെ യാഗം കഴിക്കുന്നത്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 27-ാം വാക്യത്തിലുണ്ട്. ലെവിറ്റിക്കസ് ചാപ്റ്റർ 16 വേഴ്സ് 27-ലുണ്ടത്. അപ്പം അവിടെ പറയുന്നു, ഈ പാപപരിഹാര ദിവസം ഈ കൊണ്ടുവരുന്ന മൃഗം, അതൊരു പക്ഷെ ഒരു കാളയോ ആട്ടിൻകൊറ്റനോ എന്തെങ്കിലും ആയിരിക്കും. അതിനെ കൊണ്ടുവന്ന് എവിടെയാണ് ബലി കഴിക്കുന്നത്? സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച, അകത്ത് വെച്ചിട്ടല്ല, അതിനെ വാതിൽക്കൽ വെച്ച്, വെളിയിൽ വാതിൽക്കൽ വെച്ചിട്ടാണ് ഈ ബലി നടത്തുന്നത്. അപ്പൊ ബലി നടത്തുകയും അതിന്റെ രക്തം അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന്മേൽ തളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ ലേഖകൻ നമ്മോട് പറയുന്നു, ക്രിസ്തുവിന്റെ ബലിയും ഇതുപോലെ കവാടത്തിന് പുറത്ത് വെച്ചിട്ടാണ്, അല്ലെ? ദേവാലയത്തിന് വെളിയിൽ വെച്ച് ഗോൽഗോൽത്ത വരെ എത്തിയിട്ടാണ്. അപ്പം ക്രിസ്തുവിന്റെ ബലിയും കവാടത്തിന് പുറത്ത് വെച്ചിട്ടാണ്. ഇവിടെ ക്രിസ്തുവും വളരെയധികം അപമാനം
സഹിച്ചു. എത്ര ചാട്ടവാറ് കൊണ്ട് അടിയേറ്റു അല്ലെ? വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തത് പുളിവീഞ്ഞാണ് കൊടുത്തത്. അങ്ങനെ എത്രമാത്രം അപമാനങ്ങൾ ക്രിസ്തു സഹിച്ചു. അപ്പം ഇവിടെ ക്രിസ്തുവിനോട് ചേർന്ന് നാമും സഹിക്കുന്നവരാകണം എന്നാണ് ലേഖകൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ നാമം ധരിക്കുന്ന വിശ്വാസികളും കൂടാരത്തിന് പുറത്തു വെച്ച് അവനോടൊപ്പം അപമാനം സഹിക്കുവാൻ തയ്യാറാകണം. അപ്പൊ ക്രിസ്തുവിനെ പ്രതിയോ ദൈവത്തെ ആരാധിക്കുന്നത് മുഖാന്തരമായോ അല്ലെങ്കിൽ ദൈവ വഴിയിൽ നടക്കുന്നതിന് മുഖാന്തരമായോ അപമാനം സഹിക്കേണ്ടി വന്നുവെങ്കിൽ വിഷമിക്കേണ്ടതില്ല. അത് സഹിക്കുവാൻ നാം തയ്യാറാകണം. ക്രിസ്തു എത്രമാത്രം നല്ല ഒരു നമുക്കൊക്കെയും അറിയാം, ദൈവപുത്രനായ ക്രിസ്തു ഇങ്ങനെയൊന്നും സഹിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊന്നും അപമാനം സഹിക്കേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിൽ പോലും അപമാനങ്ങൾ സഹിക്കുകയും കഷ്ടതകൾ അനുഭവിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുവാനായിട്ട് നാം തയ്യാറാകണം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ 2 കാര്യങ്ങൾ മറക്കരുതെന്നും കൂടി പറയുന്നുണ്ട് എബ്രായ ലേഖൻ ലാസ്റ്റത്തെ ഭാഗത്തുണ്ട്, പേജ് നമ്പർ 48, ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ഭാഗത്തുണ്ട്. നന്മ ചെയ്യുകയും ബലിയർപ്പണം ചെയ്യുകയും മറക്കരുത്. നന്മ ചെയ്യുവാനും മറക്കരുത്, ബലിയർപ്പണം ചെയ്യുവാനും മറക്കരുത് എന്ന് ലേഖകൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഇനി അവസാനത്തെ പോയിന്റ് ആണ്, 6ാമത്തെ പോയിന്റ്. വിശ്വാസികൾ സഭാ നേതാക്കൾക്ക് വിധേയരായിരിക്കണമെന്ന അഭ്യർത്ഥനയോടെ ലേഖന സമാപനം. അങ്ങനെ ലേഖനം സമാപിക്കുകയാണ്. സമാപന ഭാഗത്തുള്ള സന്ദേശമാണ് അല്ലെങ്കിൽ ആഹ്വാനം. എബ്രായ ലേഖന സമാപന സന്ദേശം അല്ലെങ്കിൽ എബ്രായ ലേഖന സമാപന ആഹ്വാനം എന്ത്? കൺക്ലൂഡിംഗ് മെസ്സേജ് എന്ന് പറയുന്നതാണ് വിശ്വാസികൾ സഭാ നേതാക്കൾക്ക് വിധേയരായിരിക്കണം എന്ന അഭ്യർത്ഥനയോട്. ബിലീവേഴ്സ് മസ്റ്റ് സബ്മിറ്റ് ടു ദ അതോറിറ്റി ഓഫ് ദ ലീഡേഴ്സ്. അപ്പം ഇവിടെ 2 വാക്യങ്ങളാണ്, 2 പോയിന്റുകളാണ് പ്രധാനമായിട്ട് ഓർക്കാനുള്ളത്. അത് വേഴ്സ് 17 ഉണ്ട്, വേഴ്സ് 7 to 9 ഉണ്ട്. ചാപ്റ്റർ 13 വേഴ്സ് 17 എന്താണ് പറയുന്നത്? 17ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പി. അതാണ് 17ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പം അതുകൂടാതെ ഇനിയൊരു വാക്ക് എന്താണ്? 7ഉം 9ഉം വാക്യങ്ങളും കൂടി ഉണ്ട്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റും കൂടെ. നമ്മെ നയിച്ചവരെ, മൺമറഞ്ഞു പോയ വിശ്വാസികളെ നമ്മൾ ഓർത്തിട്ട് അവരുടെ സത്യവിശ്വാസത്തെ നാം അനുകരിക്കണം. റിമെമ്പർ ദ ഡിപ്പാർട്ടഡ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ഫോളോ ദെയർ എക്സാമ്പിൾ. ഈ 2 പോയിന്റ് ആണ് സമാപന സന്ദേശമായിട്ട് പറയുന്നത്. അപ്പൊ 2 പോയിന്റുകൾ ഏതൊക്കെയാണ്? വേഴ്സ് 17, ചാപ്റ്റർ 13 വേഴ്സ് 17, 13ാം അധ്യായം 17ാം വാക്യം, അതുപോലെ 13ാം അധ്യായം 7ഉം 9ഉം വാക്യങ്ങൾ. ഈ 2 കാര്യങ്ങളാണ്. അതിലൊന്ന്, നിങ്ങളെ നടത്തുന്ന വിശ്വാസികൾ സഭാ നേതാക്കൾക്ക് വിധേയരായിരിക്കണം. 2ാമത്, മൺമറഞ്ഞു പോയ വിശ്വാസികളെ ഓർത്ത് അവരുടെ സത്യവിശ്വാസം അനുകരിക്കുക. ഇങ്ങനെ 2 പോയിന്റ് ആണ് നമുക്ക് സമാപന സന്ദേശമായിട്ട് ഇവിടെ നൽകുന്നത്. ഇനി അടുത്തതായിട്ട് ഉപസംഹാരമാണ്. ഏറ്റവും ലാസ്റ്റത്തെ ഭാഗമാണ് ഉപസംഹാരം. ഈ കൺക്ലൂഷനില് നമുക്ക് വേഴ്സസ് നോക്കിയാൽ 18ാമത്തെ വാക്യം മുതലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം സമാപന സന്ദേശമായിട്ട് വാക്യം 17 വരെ നിൽക്കുകയാണ്. 18 മുതൽ പിന്നീട് ഉള്ള ഭാഗങ്ങളെ കൺക്ലൂഷനായിട്ട്, ഉപസംഹാരമായിട്ടാണ് അവിടെ കരുതുന്നത്. ആ ഉപസംഹാരത്തില് പ്രധാനമായിട്ട് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് വേഴ്സസ് 18 and 19, 18ഉം 19ഉം അവിടെ എന്താ പറയണത്? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഒന്നാമത്തെ ഉപസംഹാരം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പോയിന്റ് വിശ്വാസികളോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. 18ാമത്തെ വാക്യം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നാണ് പറയുന്നത്. പ്രാർത്ഥന, വിശ്വാസികളോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. റിക്വസ്റ്റിംഗ് ദ പ്രേയേഴ്സ് ഓഫ് ദ ബിലീവേഴ്സ്. ഇനി രണ്ടാമതായിട്ടുള്ളത് 20ഉം 21ഉം വാക്യങ്ങൾ. 20ഉം 21ഉം വാക്യങ്ങൾ നോക്കിയാൽ നമുക്കറിയാം, ആശീർവാദം, നമ്മെ അനുഗ്രഹിക്കുക, ബ്ലെസ്സിങ്സ് നൽകുകയാണ് ചെയ്യുന്നത് 20, 21 വാക്യത്തില്. ഇനി 23ാമത്തെ, ഇവിടെ വാക്യം തെറ്റാണ്, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. വാക്യം 23ആണ്. തീമോത്തിയോസ് കാരാഗ്രഹത്തിൽ നിന്ന് മോചിതനായ പരാമർശം 23ലാണ് പറഞ്ഞിരിക്കുന്നത്. 21 എന്നാണ് ബുക്കിലുള്ളത്, അതൊന്ന് തിരുത്തിക്കൊള്ളുക. 23 പറഞ്ഞിരിക്കുന്നത്, സഹോദരനായ തീമോഥെയോസ് തടവിൽ നിന്ന് ഇറങ്ങി എന്ന് അറിവിൻ.
അപ്പം തിമോത്തിയോസ് കാരാഗൃഹത്തിൽ നിന്ന് മോചിതനായി എന്ന ഒരു പരാമർശം കൂടി ഉപസംഹാരത്തിൽ അല്ലെങ്കിൽ ക്ലോസിംഗ് പാർട്ടിൽ പറയുന്നുണ്ട്. റിലീസ് ഓഫ് തിമോത്തി ഫ്രം പ്രിസൺ. അടുത്തതായിട്ട് ഏറ്റവും ലാസ്റ്റ് 22 മുതൽ 25 വരെ നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും സമാപന ആശീർവാദം, എൻഡിങ് ബ്ലെസ്സിങ്. ഓക്കെ, സമാപന ആശീർവാദമാണ് പറയുന്നത്. നിങ്ങളെ നടത്തുന്നവർക്ക് എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവീൻ, അതുപോലെ ഇറ്റലിക്കാർക്ക് വന്ദനം ചൊല്ലുവീൻ എന്ന് പറയുന്നുണ്ട്. അതൊരു മറ്റൊരു രാജ്യക്കാരാണ്, ഇറ്റലി രാജ്യക്കാരെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എബ്രായ ലേഖനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു മറ്റൊരു രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റലിയിൽ നിന്നുള്ളവരെയും വന്ദനം ചെയ്യുവാനും അവരുടെ സകല വിശുദ്ധന്മാരെ വന്ദനം ചെയ്യുക, അതുപോലെ സമീപത്തുള്ള ഇറ്റലിയിൽ നിന്നും വന്നവരെ വന്ദനം ചെയ്യുവാനും കൂടെ ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ വാക്യം എന്താണ്, അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്നാണ് ഏറ്റവും ലാസ്റ്റത്തെ ആശംസ. കൃപ നിങ്ങൾ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. അങ്ങനെ ആമേൻ ചൊല്ലി ലേഖനം അവസാനിക്കുന്നു. അപ്പം ഈ കൺക്ലൂഷനകത്ത് പ്രധാനമായിട്ട് വിശ്വാസികളോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നു, ആശീർവാദം നൽകുന്നു, അതുപോലെ തീമോത്തിയോസ് കാരാഗൃഹത്തിൽ നിന്ന് മോചിതനായ പരാമർശവും സമാപന ആശീർവാദവും നൽകി ഇറ്റലിക്കാരെ കൂടി ഓർക്കുക എന്ന് പറഞ്ഞ് കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ, കൃപയാണ് അവസാനമായിട്ട് എല്ലാവർക്കും നൽകുന്നത്. അങ്ങനെ ഈ ലേഖനം ഇവിടെ അവസാനിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ 13 അധ്യായമുള്ള എബ്രായ ലേഖനം ഇവിടെ പൂർത്തിയാകുകയാണ്. അപ്പോൾ ഇത് ഒന്നുകൂടി ഞാൻ ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് വരുത്തിയത്, ആദ്യത്തെ പോയിന്റുകൾ പറഞ്ഞപ്പോൾ 6 പോയിന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഡ്യൂട്ടീസ് ഓഫ് ദ ബിലീവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷനിൽ 7 പോയിന്റ് ആയിട്ട് ഓർത്തോളൂ. 7ാമത്തെ പോയിന്റ് ആണ് നമ്മളിപ്പോ കണ്ടത്. എന്താണ്? സത്യബോധനം കാത്തു പരിപാലിക്കുക. ഈ സത്യബോധനം കാത്തു പരിപാലിക്കുന്നതിനകത്തുള്ള പല അടിസ്ഥാന പ്രബോധനങ്ങളാണ് 6 പിന്നെയും ഉള്ളത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഒരു എസ്സേക്ക് ചോദിക്കാൻ പറ്റിയ ഒരു അധ്യായമാണിത്. അതിനാവശ്യമായ കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കിയാൽ നമുക്ക് എഴുതുവാനും എളുപ്പമാണ്. നമ്മൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല, ഒന്ന് മനസ്സിലാക്കിയാൽ നമ്മുടേതായിട്ടുള്ള പോയിന്റുകൾ നമുക്ക് എഴുതുവാനായിട്ടും സാധിക്കും. അപ്പോൾ ആദ്യത്തെ ഓർത്തോണം, ക്രൈസ്തവ ജീവിതത്തിന് ഉതകുന്ന പ്രബോധനങ്ങൾ 7 എണ്ണമാണ്. 7ാമത്തേത് സത്യബോധനം കാത്തു പരിപാലിക്കുക. അതുപോലെ സത്യബോധനം കാത്തു പരിപാലിക്കുവാനായിട്ടുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ 6 എണ്ണമാണ് നമ്മൾ കണ്ടത്. ഉപസംഹാരം വരെയുള്ള ഭാഗത്ത് നമ്മൾ ലേഖന സമാപ്തിയിലുള്ള സന്ദേശം കൂടിയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നുള്ള ഈ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ദൈവകൃപയാല്. നമ്മൾ ഇന്ന് പഠിച്ചതുപോലെ ദൈവകൃപയാല് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കുന്നു. ഇനി ഇത് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ ആൻസർ ബേസ്ഡ് ആയിട്ട് ആദ്യം പഠിക്കേണ്ട, ആദ്യം ലേഖനം പഠിക്കുക. പിന്നീട് പരീക്ഷ അടുക്കാറാകുമ്പോൾ പരീക്ഷേനെ ഫോക്കസ് ചെയ്താൽ മതി. കാരണം ഇത് പരീക്ഷയോ എക്സാമോ അല്ല നമ്മുടെ മെയിൻ ഫോക്കസ്. നമുക്ക് വേണ്ടത് ഒരു വചനം പഠിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമുക്ക് കിട്ടുന്ന റാങ്കോ മാർക്കോ അല്ല. അതൊക്കെ ഓർമ്മശക്തി കൂടുതലുള്ളവർക്ക് മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതില് അല്ല, നമുക്ക് വേണ്ടത് ദൈവകൃപ. നമുക്ക് ഇവിടെ ആയിരിക്കാൻ വേണ്ടി ലഭിച്ച ദൈവകൃപ, ഇത് പഠിക്കുവാനായിട്ട് ലഭിച്ച ദൈവകൃപ. അതൊക്കെ ഓർത്ത് ദൈവത്തെ കൂടുതൽ സ്തുതിക്കുക. പരീക്ഷയെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പരീക്ഷേനെ മാർക്കും ഓർത്ത് ആരും കോമ്പറ്റേറ്റീവ് ആയിട്ട് ഇതിനെ എടുക്കാതിരിക്കുക. കാരണം പലപ്പോഴും നമുക്ക് നല്ലതായ കാര്യങ്ങളൊക്കെ ചീത്തയായി പോകുന്നത് അങ്ങനെയാ. നമുക്ക് ഇതിന്റെ പർപ്പസ് നല്ലതാണ്, പക്ഷെ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നത് ചിലപ്പോൾ ഒരു ഇച്ചിരി നെഗറ്റീവ് വേയിലായി പോകുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ പ്രധാന ഉദ്ദേശം ഒരു എബ്രായ ലേഖനം അല്ലെ, ഒരു ബൈബിളിലെ ഒരു ലേഖനം നമുക്ക് പഠിക്കാൻ പറ്റി. ഇതിൽ എന്തോരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഒന്ന് വായിച്ചു വിടുമ്പോൾ ഇതിലെ മർമ്മം നമുക്ക് മനസ്സിലാവുമോ? അപ്പോൾ അഭിമന്യ തിരുമേനി നമുക്ക് സഹായിച്ച് നമുക്ക് ഇത്ര നല്ല രീതിയിൽ ഒരു ബുക്ക് നമുക്ക് പഠിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളും കാര്യങ്ങളുമായിട്ട് നമുക്ക് തന്നു. ദൈവകൃപയാൽ നമുക്ക് പഠിക്കുവാനായിട്ടും സാധിച്ചു. എന്തെങ്കിലും ഡൗട്ടുകൾ ഈ ഒരു ചാപ്റ്ററിനെ പറ്റി ഉണ്ടോ? എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? പലരും എന്നോട് ക്വസ്റ്റ്യൻ ആൻസറുകൾ ചോദിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കില്ല. ഞാൻ കുറച്ച് എസ്എ ക്വസ്റ്റ്യൻസും അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സമയം കിട്ടുന്നത് പോലെ ഞാനത് തയ്യാറാക്കി അയക്കാം.
അപ്പം അത് വീഡിയോസിൽ ഞാൻ കൂടുതലും അയച്ചേക്കാം. അപ്പൊ ആ ലിങ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അത് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിക്കോളൂ. ഉടനെ ഉണ്ടാകുമോ എന്നറിയില്ല, സമയം പോലെ ഞാനത് ചെയ്യാം. എസ്എ ക്വസ്റ്റ്യൻസ് അടുത്ത ആഴ്ചയിൽ കുറച്ചൊരു എസ്എ ക്വസ്റ്റ്യൻസ് വരുന്ന പോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാം. അപ്പം ഇനി ഇത്രയും ഓരോ ക്ലാസ്സസിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൂടാതെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കുറച്ചൊന്ന് സമയം തരിക, അതിനനുസരിച്ച് ഞാനത് റെഡിയാക്കി അയക്കാം.